നമുക്ക് ഈ ഒരു സാരി വെച്ചിട്ടൊരു അംബ്രല്ല ഗൗൺ ചെയ്യാം. ഡബിൾ അംബ്രല്ലയാണിത് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കൊടുക്കുന്നത്. അവർ കയ്യിലുള്ളൊരു സാരി ആയിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് യോക്ക് പാർട്ടിന് ഈ ഒരു പീസാണ് അവർ സെലക്ട് ചെയ്തത്. അതേപോലെ സ്ലീവിന് ഇങ്ങനെ ഇതാണ് എടുക്കാൻ പറഞ്ഞത്. അവർക്ക് ഇത് കയ്യിലുള്ളൊരു ടോപ്പായിരുന്നത്. അപ്പോൾ അവർക്കിത് കൊള്ളാത്തതുകൊണ്ട് ഇതിൻ്റെ സ്ലീവ് മാത്രം എടുത്തിട്ട് പിന്നെ ഈ ഒരു ഗൗണിലേക്ക് വെച്ചെന്നാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പാർട്ടിനുള്ള ലൈനിങ്ങും അതിലേക്കുള്ളൊരു ടിൽനെറ്റും കൂടെ മാത്രമേ അവർ ക്ലോത്തായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പാർട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. 52 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിന് 16 ഇഞ്ചാണ് അതിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം അതിന് ഞാൻ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് അതിൻ്റെ മെയിൻ പാർട്ടും കട്ട് ചെയ്തെടുത്തു. മെയിൻ പാർട്ട് കട്ട് ചെയ്തെടുത്തപ്പോഴൊക്കെ 1/2 ഇഞ്ച് എക്സ്ട്രാ തുമ്പിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റിയത്. കാരണം അതിൻ്റെ ആ മെയിൻ ക്ലോത്തിൻ്റെ നെറ്റ് ഒരു വലിവുള്ള സൈസ് നെറ്റാണ്. അപ്പോൾ അതും ഒരു 1 മീറ്റർ തന്നെയാണ് എടുത്ത് തന്നിട്ടുള്ളത് കേട്ടോ. ഇതിന് ഞാൻ കോളർ നെക്കാണ് വെക്കുന്നത്. ഹൈ നെക്കായിട്ടുള്ള കോളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കോളർ വെക്കാനുള്ള നെക്കൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്തു. ഇനി അതിന് ക്യാൻവാസിൽ കോളറാണ് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയത്. കോളർ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കോളർ ക്യാൻവാസിനെ നമ്മൾ ക്ലോത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ക്ലോത്തും കട്ട് ചെയ്തിട്ട് മാറ്റി. എന്നിട്ട് അതിൻ്റെ കോളർ അതിന്മേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്കി വന്ന മെയിൻ ക്ലോത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിന്മേ സ്ലീവും ആദ്യം വേർപെടുത്ത് വെച്ചിരുന്നല്ലോ, ആ ഒരു സ്ലീവ് ഇതിന്മേ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഡബിൾ ലൈറ്റുള്ള അംബ്രല്ലയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാരിയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിന്മേ ഡബിളായിട്ട് ചെയ്യാനൊക്കെ ക്ലോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നല്ല ഫ്ലെയറായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് കസ്റ്റമർ നേരിട്ട് തന്നെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾ തന്നെ വരണം. പിന്നെ അവർ തന്നെ വന്ന് അത് ഇട്ടൊക്കെ നോക്കി അവർ കറക്റ്റായി. ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടെങ്കിലും അത് ശരിയാക്കി കൊടുത്തു.